ഹായ് ഫ്രണ്ട്സ്, ചേച്ചിക്കുട്ടീൻ്റെ മടിയിലിരിക്കുക കേട്ടോ. അനിയൻകുട്ടൻ ചേച്ചീൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള പൂതിയാണ് കാശീനെ മടിയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പൊരിഞ്ഞ കളിയിലാട്ടോ മക്കൾ. തുമ്പിമോക്കാണെങ്കിലും ഏട്ടന്മാരെ കിട്ടിയാൽ മതി, പിന്നെ തിന്നാനോ കുടിക്കാനോ ഒന്നും വേണ്ട, വിളിച്ചാലും പറഞ്ഞാലും ഒന്നും വരൂല്ല. അങ്ങനത്തെ കളിയാട്ടോ. അപ്പുട്ടാട്ടനാണ് കേട്ടോ ഈ കാണുന്നത്. അവൻ്റെ കൂടെ ഡോക്ടറും പേഷ്യൻറ്റും ആയിട്ട് കളിക്കുകയാണ് കേട്ടോ. ഇവരുടെ ഈ കളി കൊണ്ട് കാശിമോനാണെങ്കിൽ നല്ലപോലെ ഉറങ്ങാനൊന്നും കഴിയില്ല. അങ്ങനെ ഒച്ചും വീളിയൊക്കെ ഉണ്ടാക്കിയിട്ടാട്ടോ കളിക്കുക. അടങ്ങി കളിക്ക്, സൗണ്ട് ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറയും. ആ ഒരു കുറച്ച് സമയം അങ്ങനെ കളിക്കും, പിന്നെയും തുടങ്ങും സൗണ്ട് ഉണ്ടാക്കാനൊക്കെ. അതുകൊണ്ട് കാശിമോൻ്റെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അടുത്തത് ഇതാ ടീച്ചറും സ്റ്റുഡൻറ്റും ആയിട്ടുള്ള കളിയാണ്. ഈ കളിക്കുന്ന സന്തോഷമൊന്നും നോക്കണ്ട, ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇരിക്കല്ല കേട്ടോ. ഈ കളിയിൽ നല്ല അടിപിടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാൻ ഇരിക്കുകയാണ് ഞാനിവിടെ. കാരണം ഇവർ കളിക്കുമ്പോൾ ഒരാൾ എന്തായാലും അടുത്ത് വേണം. ഈ കാണുന്ന കളിക്കാരൊന്നും എല്ലാ സ്വഭാവം മാറും, എല്ലാവരുടെ സ്വഭാവം മാറും കേട്ടോ. അത്രയും വാശിയും ദേഷ്യമൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ നിൽക്കണം, ഇല്ലെങ്കിൽ നല്ല കച്ചറയാവും ഉണ്ടാവുക. പിന്നെ സ്കൂൾ തുറക്കാൻ വല്ലാണ്ടില്ലല്ലോ എന്നുള്ള സമാധാനമാണ് കേട്ടോ എനിക്ക്. കളിക്ക് രാവും പകലൊന്നും ഇല്ലാത്ത കളിയാണ് കേട്ടോ ഇവർ കളിക്കുക. എപ്പോഴാണോ കളിക്കണം തോന്നണം അപ്പോൾ കളി സാമാനം നിരത്തി വെച്ചാണ്ട് കളിക്കും, അത്ര തന്നെ. കാശിമോനാണെങ്കിലും ഇവർ മുറ്റത്ത് കളിക്കുമ്പോൾ അവന് നോക്കിയിരിക്കും കേട്ടോ. അവൻ്റെ സമയം അങ്ങനെ പോവും. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അവനെ എടുത്ത് നടന്നാൽ മതി. ഈ കളിക്കാരിൽ ഏറ്റവും ഇളയത് തുമ്പിമോളാണ്. UKG മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന മക്കളുണ്ടാവും കേട്ടോ അവിടെ മുറ്റത്ത് ഇടയ്ക്കിടയ്ക്ക് കളിക്കാൻ. അതുകൊണ്ട് തുമ്പിമോൾക്ക് എല്ലാവരും ഭയങ്കര ബഹുമാനമാണ്. പേര് മാത്രമേ അവൾ വിളിക്കുള്ളൂ. എത്ര പറഞ്ഞു കൊടുത്താലും ഏട്ടന്മാരെ വിളിക്കൂല അവൾ. അതിൻ്റെ ഇടയിൽ കാശിമോനെ ഒന്ന് തോണ്ടാനും പിടിക്കാനൊക്കെ വരും. ഈ കളിക്കുന്നത് എന്താണെന്ന് പോലും തുമ്പിമോൾക്ക് അറിയില്ല. എല്ലാവരും തട്ടണ് ഓടണ്, അതേപോലെ ഓളും തട്ടണ് ഓടണ്. അതിൻ്റെ ഇടയിൽ കച്ചറയായിട്ട് ഇടയ്ക്ക് വരും ചെയ്യും. അമ്മ അവിടെ വേദനിക്കണേ ഇവിടെ വേദനിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആട്ടോ അവിടെ കളി നടക്കലേ. അങ്ങനെ ഈ വെക്കേഷൻ്റെ ഇടയിൽ കൂടെ വിഷുവും വന്ന് അതുമൊക്കെ അങ്ങനെ കഴിഞ്ഞ് കിട്ടിയിട്ടോ. തുമ്പിമോക്കാണെങ്കിൽ കമ്പിത്തിരിയും പടക്കമൊക്കെ പേടിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം അവളുടെ കാലൊന്ന് പൊള്ളിനി, അതുകൊണ്ട് ആൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഈ ഗണ്ണുകൊണ്ടുള്ള പൊട്ടിക്കൽ മാത്രമേ അവൾക്ക് സെറ്റുള്ളൂ, അതും ആൾക്ക് പേടിയാണ്. അത് അവളുടെ ഫേസ് കണ്ടാലേ അറിയട്ടോ. ഇങ്ങനെ വെച്ചേ പേടിച്ചിട്ടാ മൂക്ക് പോയാ എന്താ കുഴപ്പം? അടുത്ത കൊല്ലത്തേക്കുള്ള സേവിങ്സ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കൂടെ കുടുംബശ്രീക്ക് വരും. തുമ്പി കണ്ട പോണേ എന്ത് കുംഭശ്രീ അല്ല കുടുംബശ്രീ പറഞ്ഞ കുടുംബശ്രീക്ക് വരുമ്പോൾ അവളുടെ ഏതോ ബുക്ക് കൊടുത്ത് അവളും കയ്യിൽ വെക്കും കേട്ടോ. പിന്നെ സൺഡേക്ക് അവൾക്കൊരു ഡാൻസ് ക്ലാസ് ഉണ്ട്. ആ ഡാൻസ് ക്ലാസ്സിന് ഏട്ടൻ്റെ കൂടെയാണ് കേട്ടോ ഈ വെക്കേഷനിലിടയ്ക്ക് പോവാറ്. അപ്പോൾ അതിൻ്റെ സന്തോഷവും പുന്നാരൊക്കെയാണ് കേട്ടോ ഈ മുഖത്ത് കാണുന്നത്. അവൻ്റെ കൂടെ അങ്ങനെ പോവാറില്ല, ഞാനും അവളും കൂടിയാണ് പോവല്. അപ്പോൾ അവൻ വന്ന സന്തോഷമാണ്. ഇത്രയും ദിവസം ഞങ്ങളെ വെക്കേഷൻ ഡേയ്സ് ഇങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞ് പോയത്. ഇനി അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ ഫ്രണ്ട്സ്.